ഡോക്ടർ ആരിഫ് ഹുസൈൻ, ഈ സമരത്തെ ആരാണ് നിയന്ത്രിക്കുന്നത് എന്ന ചോദ്യമാണ് ജന ഡിബേറ്റ് ഉന്നയിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം. കാരണം ഇത് പറയുമ്പോൾ നീറ്റ് എന്ന് പറയുന്ന ഒരു നീറ്റ് പരീക്ഷാ ക്രമക്കേടുമായി ബന്ധപ്പെട്ട് ആ അജണ്ട മുൻനിർത്തി തുടങ്ങിയ ഒരു സമരം പക്ഷേ ഇപ്പോൾ പ്രധാനമന്ത്രിയുടെ രാജിയടക്കം ആവശ്യപ്പെടുന്ന ഒരവസ്ഥയിലേക്ക് എത്തുകയാണ്. അതിൽ എല്ലാവിധ രാജ്യവിരുദ്ധ ശക്തികളും അണിചേരുന്ന സാഹചര്യം, അവരുടെ മുദ്രാവാക്യം തന്നെ മാറിപ്പോകുന്നൊരു സാഹചര്യം. എങ്ങനെയാണ് ഈ സമരത്തെ വിലയിരുത്തുന്നത്? ഒപ്പം ഈ സമരത്തെ നിയന്ത്രിക്കുന്നത് ആരാണ്? നമസ്കാരം. ഈ ഒരു വിഷയത്തിൽ എനിക്ക് തോന്നുന്നത് രണ്ടാമത്തെ മൂന്നാമത്തെ ചർച്ചയിലാണ് ഞാൻ പങ്കെടുക്കുന്നത്. ഇവിടെ പല തവണ ചർച്ചകൾ നടത്തിയിട്ടുണ്ടെങ്കിലും ആദ്യം മുതൽ പങ്കെടുക്കുന്ന വേളയിൽ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്ന ഒരു കാര്യമുണ്ട്. ഈ വിഷയം ഇവിടുത്തെ യുവത, ഇവിടുത്തെ കുട്ടികൾ, അവരുടെ പ്രധാനപ്പെട്ട ജീവിതത്തെ ബാധിക്കുന്ന ഒരു പ്രധാന പ്രശ്നം തന്നെയാണ് ഈ ക്വസ്റ്റ്യൻ പേപ്പർ ലീക്ക്, നീറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ, അതുപോലുള്ള കാര്യങ്ങൾ. അപ്പോൾ ആ വിഷയം അവർ ഉയർത്തുന്ന വേളയിൽ അതിനെ വേണ്ട വിധേന പാർലമെന്റിലടക്കം ചോദ്യം ചെയ്ത് അതിന് വേണ്ട പരിഹാരങ്ങൾ കണ്ടെത്താൻ ഉത്തരവാദിത്തപ്പെട്ട ഇവിടുത്തെ പ്രതിപക്ഷം ഉറങ്ങുന്ന ഒരു അവസരം ഇവിടെ ഉണ്ടാവുമ്പോൾ അവരുടെ പണിയെടുക്കുന്ന ആളുകളായിട്ടാണ് ഇവിടുത്തെ CJP മുന്നോട്ട് വന്നത് എന്ന് നമ്മൾ അന്നും പറഞ്ഞ കാര്യമാണ്. സത്യത്തിൽ ഇവിടുത്തെ CJP മുന്നോട്ട് വെക്കുന്ന ആ ഒരു പ്രക്ഷോഭമായാലും അവരുടെ സമരമുറയായാലും അവർ മുന്നോട്ട് വെക്കുന്ന ആശയമായാലും അത് യഥാർത്ഥത്തിൽ ട്രോളുന്നത് അല്ലെങ്കിൽ ആർക്കെതിരെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഇവിടുത്തെ പ്രതിപക്ഷത്തിനെതിരെയായിരുന്നു എന്ന് തന്നെയാണ് നമ്മൾ ആദ്യം മുതലേ പറഞ്ഞുകൊണ്ടിരുന്നത്. അത് ശരിവെക്കുന്ന രീതിയിലാണ് ഇപ്പോഴത്തെ ചില സംഭവ വികാസങ്ങൾ നമ്മുടെ മുന്നിൽ വന്ന് ഭവിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആദ്യമേ നമുക്ക് പറയാനുള്ളത്, ഈ വിഷയത്തിൽ ഒരു രണ്ട് പക്ഷത്തിൻ്റെ കാര്യമില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു ഒപ്പീനിയൻ എന്ന് പറയുന്നത്. അതായത് ഇത് കുട്ടികളെ ബാധിക്കുന്ന പ്രശ്നം തന്നെയാണ്. ഇത് പല തവണകളായിട്ട്, ഇതിപ്പോൾ ഇന്നും ഇന്നലെ തുടങ്ങിയ ഒരു വിഷയമൊന്നുമല്ല ഈ പരീക്ഷാ ലീക്ക് എന്ന് പറയുന്നത്. പക്ഷേ ഈ ഒരു നീറ്റ് എന്ന് പറയുന്ന ഒരു ഏകീകൃത സ്വഭാവമുള്ള ഒരു നാഷണൽ ഒരു ടെസ്റ്റിംഗ് പോലെ വരുന്ന ഒരു സമയം വരുമ്പോൾ ഒരു സ്ഥലത്തൊരു ലീക്ക് ഉണ്ടായിക്കഴിഞ്ഞാൽ അത് മൊത്തം പരീക്ഷയെ ബാധിക്കുന്ന തരത്തിലുള്ള ഒരു സെൻട്രലൈസ്ഡ് നേച്ചർ അതിനുള്ളത് കൊണ്ട് തന്നെ മുൻകാലങ്ങളിൽ ഉണ്ടായിട്ടുള്ള ആ പരീക്ഷാ ലീക്കും ഇപ്പോൾ നടക്കുന്ന സംഗതിയും തമ്മിൽ കമ്പയർ ചെയ്യുന്നത് പോലും നമുക്ക് അവിടെ ഒരു ചെറിയ പ്രശ്നം നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ പുനഃപരിശോധിച്ച് അതിന് കൃത്യമായ ചില നീക്കങ്ങൾ നടത്തി അതിനെ പരിഹരിക്കേണ്ട ബാധ്യത നിലവിലെ മന്ത്രിസഭയ്ക്കുണ്ട്, ഇതിൻ്റെ വിദ്യാഭ്യാസ മന്ത്രിക്കുണ്ട്. അതുകൊണ്ട് തന്നെ ഈ പറയുന്ന പ്രക്ഷോഭത്തിനോടൊപ്പം തന്നെയാണ് ഞാൻ നിൽക്കുക, ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഇവിടെ ഇപ്പോൾ നിരന്തരം ഈ വിഷയം ഉണ്ടാകുമ്പോൾ ഞങ്ങൾ അത് ചെയ്തിട്ടുണ്ട്, ഞങ്ങൾ അതിന് വേണ്ട അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ട് എന്നൊക്കെ പറയുന്നതിനപ്പുറത്തേക്ക് നിരന്തരം അടിക്കടി ഇതുപോലുള്ള ലീക്കുകൾ വരുന്ന ഒരു സംഭവം ഉണ്ടാകുമ്പോൾ ഇതുപോലെ മസിൽ പിടിച്ച് നിൽക്കേണ്ട കാര്യമുണ്ടോ എന്നതാണ് ഞാൻ ചോദിക്കുന്നത്. കാരണം ഇവിടെ ഒരു അഡ്മിനിസ്ട്രേറ്റീവ് ഉത്തരവാദിത്വം ഇതിൻ്റെ മന്ത്രിക്കുണ്ട്, മന്ത്രി രാജിവെക്കേണ്ടത് തന്നെയാണ്. ഇതിനകത്ത് അങ്ങനെ ഒരു അക്കൗണ്ടബിലിറ്റി കാണിക്കേണ്ട ബാധ്യത ഇവിടെയുണ്ട്. ഇതെല്ലാം പറയുന്നതിൻ്റെ അർത്ഥം ഈ സമരത്തെ ഹൈജാക്ക് ചെയ്യുന്ന ആളുകൾ, അതുപോലെയുള്ള ആളുകൾക്കും കൂടിയുള്ള ഒരു പിന്തുണയായിട്ട് ഇതിനാരും വ്യാഖ്യാനിക്കേണ്ടതില്ല എന്നുള്ളതാണ് ഇതിനോട് ചേർത്ത് എനിക്ക് പറയുന്നത്. അവിടെയാണ് എൻ്റെ വിയോജിപ്പ് ഇതിനകത്ത് വരുന്നതും. സമരം നമുക്ക് ചെയ്യേണ്ടതായിട്ടുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ അതിന് ജനാധിപത്യ രീതിയിൽ സമരം ചെയ്യാനുള്ള എല്ലാ അവകാശവും മുന്നോട്ട് വെക്കുന്ന, മുൻകാലങ്ങളിൽ അതുപോലുള്ള സമരങ്ങൾ നടന്നിട്ടുള്ള രാജ്യം തന്നെയാണ് ഇവിടെ നമ്മുടെ രാജ്യം എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് അതിനുള്ള എല്ലാ അവകാശവും എല്ലാവർക്കും ഉണ്ട് എന്നത് തന്നെയാണ്. പക്ഷേ ഇവിടെ നമ്മൾ കാണുന്നത് എന്താണ്? ഇപ്പോൾ ഈ സമരത്തിനോടൊപ്പം ചേർന്ന് കേൾക്കുന്ന ചില മുദ്രാവാക്യങ്ങൾ, അതിനോട് നമുക്ക് യോജിക്കാൻ കഴിയില്ല. ഉമർ ഖാലിദിനെ റിലീസ് ചെയ്യണമെന്ന് പറയുന്നതും നീറ്റും തമ്മിൽ എന്താണ് ബന്ധം? ഇത് നമ്മൾ ചോദിക്കുന്നത്. അതല്ലെങ്കിൽ ആർട്ടിക്കിൾ 370 അവിടെ തിരിച്ചു കൊണ്ടുവരണം എന്ന് പറയുന്നതും ഈ പറയുന്ന നീറ്റ് പ്രക്ഷോഭവും തമ്മിൽ എന്താണ് ബന്ധം? ഇതാണ് നമ്മൾ ചോദിക്കുന്നത്. അതല്ലെങ്കിൽ ഇതുപോലുള്ള ഇപ്പോൾ FCRA വിവാദം വരുന്നു, അതല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു അമെൻമെൻറ്റ് പാടില്ല എന്ന് പറയാൻ, അതല്ലെങ്കിൽ അഫ്സൽ ഗുരുവിന് ജയ് വിളിക്കുന്ന അവസ്ഥ ഇതിനകത്ത് വരുന്നു. ഇതുപോലുള്ള പല കാര്യങ്ങൾ ഇതിനകത്ത് ചെറുതും വലുതുമായിട്ട് കേൾക്കാനിട വരുമ്പോൾ അത്തരം ചില രാഷ്ട്രീയം ഉള്ളിൽ ഒളിപ്പിച്ചു വെച്ചിട്ടുള്ള ആളുകൾ ഈ ഒരു സമരത്തെ ഹൈജാക്ക് ചെയ്യുന്നുണ്ട് എന്നതും കൂടി നമുക്ക് തിരിച്ചറിയാൻ സാധിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് ഇതിൽ ഒരു പ്രധാനപ്പെട്ട വിയോജിപ്പായിട്ട് എനിക്ക് പറയാനുള്ളൊരു കാര്യം. ഇനി അതിനോടൊപ്പം തന്നെ ഇപ്പോൾ കോൺഗ്രസ് അല്ലെങ്കിൽ ഇവിടുത്തെ ഇടത് പാർട്ടികളെല്ലാം ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ ഒരു പ്രക്ഷോഭം ഇപ്പോൾ ഇത്ര നാളും ഇത് സംഭവിച്ച സമയത്ത് അവർ ചെയ്യേണ്ട പണി ചെയ്യാതിരിക്കുന്നതിനെ ട്രോളിക്കൊണ്ട് വന്ന ഈ CJP ഇന്നിപ്പോൾ ഈ ഒരു പ്രക്ഷോഭം നയിച്ച് ഇതുപോലെ ഒരു വലിയ തോതിലുള്ള ഒരു മാസീവായിട്ടുള്ള ഒരു മൂവ്മെൻറ്റ് അവർക്ക് നടത്താൻ സാധിക്കുമ്പോൾ അതിൻ്റെ ആ ഒരു ഗുണം അത് പറ്റാൻ വേണ്ടിയിട്ട് എട്ടുകാലി മമ്മൂഞ്ഞ് കളിക്കുന്ന കളിയാണ് സത്യത്തിൽ ഇവിടുത്തെ പ്രതിപക്ഷ പാർട്ടികൾ ഇപ്പോൾ നിലവിലെടുക്കുന്നതെന്നും കൂടിയാണ് എനിക്ക് പറയാനുള്ളത്. കാരണം അത് അവർക്ക് തോന്നുകയാണ്, മനസ്സിലാവാണ് ഇത് കൊള്ളാം എന്ന് മനസ്സിലാക്കിയിട്ട് അതിനകത്തേക്ക് നുഴഞ്ഞു കയറുന്ന ഒരു പണി പോലെയാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പോഴും ഇത് ചർച്ച ചെയ്യേണ്ട പാർലമെന്റിലടക്കം എന്താണ് ഇവിടുത്തെ പ്രതിപക്ഷം ചെയ്യുന്നത്? ഇന്നും അവിടുന്ന് വോക്കൗട്ട് നടത്തുന്നതാണ് നമ്മൾ കാണുന്നത്. അവിടെ കൃത്യമായ ചോദ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് അതിനകത്ത് വേണ്ട കാര്യങ്ങൾ ചെയ്യാൻ പാർലമെന്റിൽ അതിന് വേണ്ട നടപടികളിലേക്ക് കടക്കാൻ വേണ്ടിയിട്ടുള്ള അവസരം അവിടെ ഉണ്ടായിരിക്കെ അത് ചെയ്യാതെ അവിടെ നിശബ്ദ
നിഷിദ്ധമാകുന്നതിന് തുല്യമായിട്ട് അവിടെ ഈ പാർലമെന്റ് ബഹിഷ്കരിക്കുന്ന അവസ്ഥ ഉണ്ടാകുമ്പോൾ സത്യത്തിൽ ഇതുകൊണ്ട് ആർക്കാണ് ഗുണം എന്നുള്ളതാണ് നമ്മൾ ചോദിക്കുന്നത്. കുട്ടികളെ വീണ്ടും വഞ്ചിക്കുന്ന പണി തന്നെയാണ് ഇവിടുത്തെ പ്രതിപക്ഷം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവർക്ക് വേണ്ടത് ഇതിനകത്തുള്ള പൊളിറ്റിക്കൽ ലാഭം മാത്രമാണ്. അതിനപ്പുറത്തേക്ക് കുട്ടികളുടെ കാര്യത്തിൽ ഒരു കാര്യമായ ഒരു ആത്മാർത്ഥത അത് ഭരണപക്ഷത്തിനുമില്ല, അതുപോലെ പ്രതിപക്ഷത്തിനും ഇല്ല, രണ്ടുപേർക്കും ഇല്ല എന്നുള്ളതാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു പ്രക്ഷോഭം അത് അക്രമാസക്തമാകുന്നതിന് നമുക്ക് പൂർണ്ണ വിയോജിപ്പാണ്. അതുപോലെയുള്ള പല കാര്യങ്ങളും നമ്മളിവിടെ കാണുന്നു. മാധ്യമ പ്രവർത്തകരെ അറ്റാക്ക് ചെയ്യുന്നത് കാണുന്നു, മറ്റു പല സംഗതികളും കാണുന്നൊക്കെ ഉണ്ടായിരിക്കെ തന്നെ അതിനെയൊക്കെ തള്ളി പറഞ്ഞുകൊണ്ട് എന്നാൽ ഇതിനകത്തുള്ള വിഷയത്തെ ഉയർത്തുന്നതിൽ അവരുടെ ആ ഒരു ആർജവത്തെ ഞാനിവിടെ അപ്രീഷിയേറ്റ് ചെയ്തുകൊണ്ട് ആ ഒരു തുടക്കം എന്നുള്ള രീതിയിൽ എനിക്ക് പറയാനുള്ളത് ഞാനിവിടെ കൺക്ലൂഡ് ചെയ്യാണ്.